بسم الله الرحمن الرحيم. إلى حضرة شيخنا وغوثنا وكتبنا الشيخ مولادنا الشيخ محمد بن الشيخ محمد القادري الجشتجادي قدس الله سره العزيز ورضي الله عنه. الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل وأصحاب سيدنا محمد صلى الله عليه وسلم. الله سبحانه وتعالى ഗൗസുൽ-ആദം തങ്ങളുപ്പാപ്പാൻ്റെ ഇഷ്ടപ്പെട്ട മുരീദന്മാരുടെ കൂട്ടത്തിൽ നമ്മളെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖാദിരിയ ത്വരീഖത്തിൻ്റെ കാമിലായ ദിക്റിൻ്റെ വഴിയിൽ നമ്മളുടെ ഷെയ്ഖ് തങ്ങളുപ്പാപ്പാൻ്റെ കാലിൻ്റെ ചുവട്ടിലായി എന്നെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ടവരെ, വളരെ വിശിഷ്ടമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളെല്ലാവരും നിലകൊള്ളുന്നത്. മഹാനരായ ആത്മീയ ലോകത്തിൻ്റെ എന്നെന്നുമുള്ള ചക്രവർത്തിയായി വിരാജിക്കുന്ന ഗൗസുൽ-ആദം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുപ്പാപ്പാൻ്റെ ഓർമ്മകൾ, വിശിഷ്ടമായ ഓർമ്മകളും സ്മരണകളും വളരെ വിശുദ്ധിയോടെ ഓർക്കപ്പെടുന്ന റബീഉൽ ആഖിറിൻ്റെ 11-ാം രാവിൻ്റെ ആണ്ട് നേർച്ചയുടെ ഉറൂസ് മുബാറക്കിൻ്റെ വിശിഷ്ടമായ സന്ദർഭങ്ങളിലും മുഹൂർത്തങ്ങളിലുമാണ് ലോകം ഇന്ന് നിലകൊള്ളുന്നത്. ഇത്തരമൊരു അവസരത്തിൽ ഖാദിരിയ ത്വരീഖത്തിൻ്റെ വഴിയിൽ നിലയുറപ്പിച്ച നമ്മെ സംബന്ധിച്ചിടത്തോളം ഓരോ റബീഉൽ ആഖിറിൻ്റെയും 11-ാം രാവ് കടന്നു വരുമ്പോൾ ആത്മീയതയുടെ ഒരു പുതുക്കലിൻ്റെ ഒരു വേളയായിട്ട് നമ്മൾ അതിനെ കാണേണ്ടതുണ്ട്. ഓരോ മശായിഖന്മാരും അവരുടെ വഫാത്ത് വേള എന്ന് പറയുന്നത് അവരുടെ പ്രിയഭാജനത്തിലേക്ക് വിസാലാകുന്ന, ചെന്നു ചേരുന്ന, ലിഖാ ആകുന്ന, കണ്ടുമുട്ടുന്ന അതിസന്തോഷകരമായ സന്ദർഭമാണ്. ആ സന്ദർഭം ആവർത്തിക്കപ്പെടുമ്പോൾ അവരെ പിന്തുടർന്ന മുരീദന്മാരെ സംബന്ധിച്ചിടത്തോളം ആ സരണിയെ, ആ വഴിയെ ഒന്നുകൂടെ ഊർജ്ജസ്വലതയോടെ നിലനിർത്താൻ പ്രചോദനമാകുന്ന, പ്രചോദനത്തിൻ്റെ, ഉന്മേഷത്തിൻ്റെ ഒരു അവസരമാക്കി ആണ്ട് നേർച്ചയെ, ഉറൂസ് മുബാറക്കിനെ കാണേണ്ടതുണ്ട്. നമ്മൾ ഏറ്റെടുത്ത കരാറ്, നമ്മൾ ഏറ്റെടുത്ത ഈമാനിൻ്റെ ബാധ്യതയെ വരും ദിനങ്ങളിൽ ശക്തിയുക്തം, ഭവ്യതയോടെ, ഭക്തിയോടെ, സ്നേഹത്തോടെ, മഹബത്തോടെ നിലനിർത്താനുള്ള ഒരു പ്രതിജ്ഞ പുതുക്കലിൻ്റെ അവസരവും കൂടിയായിട്ട് നമ്മൾ ഓരോരുത്തരും കാണേണ്ടതുണ്ട്.
അങ്ങനെ ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പാന്റെ നിലക്കാത്ത ഫൈലിന്റെയും ബർക്കത്തിന്റെയും മദദിന്റെയും ഒഴുക്കിൽ നമ്മളും ചെന്നു ചേരാൻ, ആ പാരാവാരത്തിൽ ഒരു കണ്ണിയായി നമ്മളും ലയിച്ചു ചേരാൻ നിരന്തരമായ തേട്ടവും ആഗ്രഹവും പ്രാർത്ഥനയും അതായിരിക്കണം ഇനിയുള്ള നാളുകൾ നമ്മുടേത്. ഈ അവസരത്തിൽ ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പാന്റെ മദ്ഹ് പറയുക എന്ന് പറയുന്നത് വളരെയേറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പാക്ക് പറയപ്പെട്ട വസ്ഫുകൾ അതേ നിലക്ക് പ്രഖ്യാപിച്ച മഹാനരാണ് അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുപ്പാപ്പ. തങ്ങളുപ്പാപ്പ മഹാനരായ ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പയെ നോക്കിക്കണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് ബഹ്ജത്തുൽ അസ്റാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. അതിൻ്റെ 443-ാമത്തെ പേജിൽ അഖ്ബറന ശരീഫ് അബു അബ്ദുല്ലാ മുഹമ്മദ് ബിൻ ഷെയ്ഖ് അബുൽ അബ്ബാസ് അൽ ഖിദ്ർ അബ്ന അബ്ദുല്ലാഹിൽ ഹസനിയിൽ മൂസിലി റഹിമഹുല്ലാഹ് ഖാൽ സമിഅ്തു അബി, എൻ്റെ പിതാവ് പറയുന്നതായിട്ട് ഞാൻ കേട്ടു, കുൻതു യൗമൻ ജാലിസൻ ബൈന യദൈ സയ്യിദി അശ്ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി റളിയല്ലാഹു അൻഹു. മഹാനരായ ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പാന്റെ തിരുമുമ്പിൽ ഇരുന്നു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഫഖതറ ബി കൽബി, മഹാനരായ അബൂ അബ്ദുല്ലാഹിബ്നു മുഹമ്മദ് എന്നവർക്ക് മനസ്സിൽ ഒരാഗ്രഹം ഉദിക്കുകയാണ്. സിയാറത്ത് ഷെയ്ഖ് അഹ്മദുൽ കബീർ റിഫായി, മഹാനരായ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ സിയാറത്ത് ചെയ്യണമെന്ന ആഗ്രഹം മഹാനരായ ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പാന്റെ മുന്നിൽ ഇരിക്കുന്ന അവസരത്തിലാണ് മനസ്സിൽ ഉദയം കൊള്ളുന്നത്. ഫഖാല ലി അശ്ശൈഖു, ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പ ചോദിച്ചു, മഹാനവറുകളുടെ മനസ്സ് വായിച്ചെടുത്തുകൊണ്ട് ചോദിച്ചു, അതുഹിബ്ബു സിയാറത്ത് ഷെയ്ഖ് അഹ്മദ്, അഹ്മദുൽ കബീർ റിഫായി തങ്ങളുടെ സിയാറത്ത് ചെയ്യാൻ, മഹാനവറുകളെ സിയാറത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഖുൽതു നഅം, അതേ എന്ന് പറഞ്ഞപ്പോ ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പ ഫഅത്രഖ യസീറൻ, കുറഞ്ഞ നേരം തല താഴ്ത്തി നിന്നുകൊണ്ട് സുമ്മ ഖാലലി, എന്നിട്ട് പറയുകയാണ്, യാ ഖിദ്ർ ഹാ അശ്ശൈഖു അഹ്മദ്, ഇതാ അവിടെ റൂഹിയായ നിലക്ക് മഹാനരായ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടെ ഹാജരാവുകയാണ്. ഇതാ നിങ്ങൾ ആഗ്രഹിച്ച മഹാൻ. ഫൈദാന ബിജാനിബിഹി ഫറഅയ്തു ശൈഖൻ മഹാബൻ, വളരെ ഗാംഭീര്യം സ്ഫുരിക്കുന്ന ഒരു ശൈഖിനെ ഞാൻ കണ്ടു, ഇന്നേ വരെ കണ്ടിട്ടില്ല, അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ. ആ സന്ദർഭത്തിലാണ് കാണുന്നത്. ഫഖുംതു ഇലൈഹി, എഴുന്നേറ്റ് നിന്നു, വസല്ലംതു അലൈഹി, സലാം പറഞ്ഞു. ഫഖാല ലീ, ആ സമയത്ത് മഹാനരായ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുപ്പാപ്പ പറയുകയാണ്, യാ ഖിദ്ർ വമൻ യറാ മിസ്ലു ശൈഖ് അബ്ദുൽ ഖാദിർ സയ്യിദുൽ ഔലിയാഇ യതമന്നാ റുയത മിസ്ലി. മഹാനരായ ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പാനെ പോലെ ഔലിയാക്കളുടെ നേതാവായി വിരാജിക്കുന്നവർ എങ്ങനെയാണ് എന്നെപ്പോലോത്തവരെ കാണാൻ ആഗ്രഹിക്കുന്നത്? അവരുണ്ടായിരിക്കെ എന്തിനാഗ്രഹിക്കണമെന്നാണ്? വഹന മിൻ ഇല്ലാ മിൻ റഅയ്യതിഹി, അവിടുത്തെ ഒരു അനുയായിയായിട്ടാണ് ഞാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് സുമ്മ ഗാബ,
മഹാനരായ അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ അപ്രത്യക്ഷമാവുകയാണ്. വബഅദ വഫാത്തി ശൈഖ് ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പ വഫാത്തായതിനു ശേഷം ഇൻഹദർതു മിൻ ബഗ്ദാദി ഇലാ ഉമ്മി ഉബൈദ, അങ്ങനെ പിന്നെ മഹാനരായ ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പാന്റെ വഫാത്തിന് ശേഷം ബഗ്ദാദിൽ നിന്ന് ഉമ്മു ഉബൈദയിലേക്ക് പോവുകയാണ്. മഹാനരായ അഹ്മദുൽ കബീർ റിഫായി തങ്ങളുടെ സ്ഥലമാണല്ലോ. ലി അസൂറഹു, അവിടെ സന്ദർശിക്കാൻ, മഹാനരെ സന്ദർശിക്കാൻ വേണ്ടി പോയപ്പോ ഫലമ്മ ഖദിംതു ഇലൈഹി അലൈഹി, അങ്ങ് ചെന്ന് നോക്കുമ്പോ ഇദാ ഹുവ ശൈഖുൽ ലദീ റഅയ്തുഹു ഫീ ജാനിബി ശൈഖ് അബ്ദുൽ ഖാദിർ റളിയല്ലാഹു അൻഹു, മഹാനരായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ ഉപ്പാപ്പാന്റെ തിരുമുമ്പിൽ വെച്ച് വർഷങ്ങൾക്ക് മുമ്പ് കണ്ട അതേ കാഴ്ച, ഒരു മാറ്റവുമില്ല. ലം തുജദ്ദിദ് റുയതഹു ഇൻദി സിയാദതു മഅരിഫത്തിൻ ബിഹി, മഹാനവറുകളുടെ ആകാര രൂപത്തെ കാണുന്നതിൽ ഒരു പുതുമയൊന്നും ഉണ്ടാക്കിയില്ല. പണ്ട് കണ്ട അതേ രീതിയിലുള്ള കാഴ്ച, റൂഹിയായ കാഴ്ച തന്നെ ജസദിയായ കാഴ്ചയിലും കിട്ടിയെന്നർത്ഥം. ഫഖാലലി, അപ്പ മഹാനരായ അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ ചോദിക്കുകയാണ്, യാ ഖിളർ, ഖിളറെ അലം തക്ഫികൽ ഊലാ, ആദ്യത്തെ കാഴ്ച തന്നെ പോരായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ഇത് ഒരു സന്ദർഭമാണ്. മഹാനരായ അഹ്മദുൽ കബീർ റിഫായി തങ്ങള് ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പാനെ പുകഴ്ത്തിയ അവിടുത്തെ അത്യുന്നതമായ സ്ഥാനത്തെ അറിയിച്ചു കൊടുത്ത ഒരു സന്ദർഭമായിരുന്നു. മറ്റൊരു സന്ദർഭം, സമിഅതു ശൈഖനൽ ഇമാം അബാ അബ്ദുല്ലാഹ് മുഹമ്മദുൽ ബത്തായിഹി, അബൂ അബ്ദുല്ലാഹ് മുഹമ്മദ് എന്നവർ പറയുകയാണ്, ഇൻഹദർതു ഫീ ഹയാത്തി സയ്യിദി ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ റളിയല്ലാഹു അൻഹു, മഹാനരായ ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പാന്റെ കാലഘട്ടത്തിൽ, ഹയാത്ത് കാലത്ത്, ഇലാ ഉമ്മി ഉബൈദ, അഹ്മദുൽ കബീർ റിഫായി തങ്ങളുടെ വിശുദ്ധ ഭൂമികയിലേക്ക്, ഉമ്മ ഉബൈദയിലേക്ക് പോവുകയാണ്. വഅഖംതു ബിറുവാഖ് അശ്ശൈഖ് അഹ്മദുൽ കബീർ റിഫായി അയ്യാമൻ റളിയല്ലാഹു അൻഹു, മഹാനരായ അഹ്മദുൽ കബീർ റിഫായി തങ്ങളുടെ ആ സ്ഥലത്ത് കുറച്ച് ദിവസങ്ങൾ അവിടെ താമസിച്ചു. ഫഖാല ലി അശ്ശൈഖ് അഹ്മദ് യൗമൻ, അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഉസ്കുർ ലി ശൈഅൻ മിൻ മനാഖിബി ശൈഖ് അബ്ദുൽ ഖാദിർ വസിഫാതിഹി, മഹാനരായ ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പാന്റെ മഹത്വത്തെക്കുറിച്ച്, അപദാനങ്ങളെക്കുറിച്ച്, അവിടുത്തെ വിശേഷണങ്ങളെക്കുറിച്ച്, ഗുണഗണങ്ങളെക്കുറിച്ച് ഒന്ന് പറയുമോ എന്ന്. ഫദകർതു ലഹു ശൈഖൻ മിൻഹാ, കുറച്ച് കാര്യങ്ങൾ വിശദീകരിച്ചു. ഫജാഅ റജുലുൻ ഫീ അസ്നാഇ ഹദീസി, സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ആ സദസ്സിലേക്ക് ഒരാൾ കടന്നു വരികയാണ്. ഫഖാലലി, മഹാനരായ അഹ്മദുൽ കബീർ റിഫായി തങ്ങൾക്ക് ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പാന്റെ മദ്ഹ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നോട് ആ കടന്നു വന്ന വ്യക്തി പറയുകയാണ്, നിർത്തുക, ലാ തദ്കുർ ഇൻദനാ മനാഖിബ ഗൈരി മനാഖിബി ഹാദാ, മഹാനരായ അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ്, ഈ മഹാനെ കുറിച്ചിട്ടുള്ള മദ്ഹല്ലാതെ മറ്റൊരു മദ്ഹും ഇവിടെ പറയേണ്ടതില്ല. ഫനളറ ഇലൈഹി ശൈഖ് അഹ്മദുൽ കബീർ റിഫായി,
മഹാനരായ അഹ്മദുൽ കബീർ റിഫായി തങ്ങള് മുഗ്ളിബൻ വളരെ കോപത്തോടുകൂടെ ആ മനുഷ്യനിലേക്ക് നോക്കുകയാണ്. ഫറുഫിഅ അർ-റജുലു മിൻ ബൈനി യദൈഹി മയ്യിതാ. ആ സന്ദർഭത്തിൽ മഹാനരുടെ മുമ്പിൽ വെച്ച് ആ മനുഷ്യൻ മയ്യിത്തായ നിലയിൽ ഉയർത്തപ്പെടുകയാണ് ഉണ്ടായത്. മഹാനരായ ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പാനെ മദ്ഹ് ചെയ്യാനുള്ള അവസരത്തെ തടയാൻ ശ്രമിച്ച വ്യക്തിയെ ആ സ്പോട്ടിൽ തീർത്തു കളഞ്ഞു എന്നർത്ഥം. സുമ്മഖാല, എന്നിട്ട് അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുപ്പാപ്പ പറയുകയാണ്, വമൻ യസ്തതി, ആർക്ക് സാധിക്കുന്ന കാര്യമാണ്, വസ്ഫ മനാഖിബ് ശൈഖ് അബ്ദുൽ ഖാദിർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പാന്റെ മനാഖിബുകൾ പറയാൻ, മദ്ഹുകൾ പറയാൻ ആർക്ക് സാധിക്കും? വമൻ യബ്ലഗു മബ്ലഗ ശൈഖ് അബ്ദുൽ ഖാദിർ, മഹാനരായ ഗൗസുൽ ആലമിന്റെ സ്ഥാനം പ്രാപിക്കാൻ ആർക്ക് സാധിക്കും? റജുലുൻ, അതൊരു മഹാനാണ്, ബഹ്റു ശരീഅത്തി അൻ യമീനിഹി, വലതു ഭാഗത്ത് ശരീഅത്തിന്റെ കടലും, വബഹറുൽ ഹഖീഖത്തി അൻ യസാരിഹി, ഇടതു ഭാഗത്ത് ഹഖീഖത്തിന്റെ കടലുമാണ്. മിൻ അയ്യിഹിമാ ശാഅ ഇഗ്തറഫ ശൈഖ് അബ്ദുൽ ഖാദിർ റളിയല്ലാഹു അൻ, മഹാനരായ ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പാക്ക് ബലത്ത് ശരീഅത്തൻ നും കടലുള്ളോവർ, ഇടത്ത് ഹഖീഖത്തൻ നും കടലുള്ളോവർ. ഈ രണ്ട് കടലിൽ നിന്ന് ഏത് കടലിൽ നിന്ന് കോരിയെടുക്കണമെങ്കിലും മഹാനരായ ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പാക്ക് കോരിയെടുക്കാവുന്നതാണ്. ലാ സാനിയ ലഹു ഫീ അസ്രിനാ ഹദാ, നമ്മളുടെ ഈ കാലഘട്ടത്തിൽ ഒരു തുല്യനായി മറ്റൊരാള് ഇല്ല തന്നെ. മഹാനരായ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുപ്പാപ്പാന്റെ വാക്കുകളാണിത്. വസമിഅതുഹു യൗമൻ, ഈ റാവി തന്നെ പറയുകയാണ്, ഒരു ദിവസം ഞാൻ കേട്ടു, യൂസി ഔലാദ അഖീഹി വഅകാബിറ അസ്ഹാബിഹി, മഹാനരായ അഹ്മദുൽ കബീർ റിഫായി തങ്ങള് തൻ്റെ സഹോദര പുത്രന്മാരോട് വസിയ്യത്ത് ചെയ്യുകയാണ്. അതുപോലെ തൻ്റെ അനുയായികളിലുള്ള സമുന്നതരായ ആളുകളോടും വസിയ്യത്ത് ചെയ്യുകയാണ്. വഖദ് ജാഅ റജുലുൻ, ഒരു മനുഷ്യൻ അവിടെ വന്നിട്ടുണ്ട്. അയാൾ ബഗ്ദാദിലേക്ക് പോകാൻ വേണ്ടി സമ്മതം തേടി വന്നിരിക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ് അഹ്മദുൽ കബീർ റിഫായി തങ്ങള് വസിയത്തായിട്ട് അവിടെയുള്ളവരോട് പറയുന്നത്, ആ മനുഷ്യനോട് പ്രത്യേകിച്ച് പറയുന്നത്, ഇദാ ദഖൽത ഇലാ ബഗ്ദാദ്, ബഗ്ദാദിലേക്ക് നിങ്ങൾ കടന്നു കഴിഞ്ഞാൽ, ഫലാ തുഖദ്ദിം അലാ സിയാറത്തി ശൈഖ് അബ്ദുൽ ഖാദിർ ശൈആ, മഹാനരായ ഗൗസുൽ ആലം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുപ്പാപ്പാനെ കാണാതെ മറ്റൊന്നും ആദ്യമായിട്ട് ബഗ്ദാദിലേക്ക് പ്രവേശിച്ചാൽ, ഇൻകാന ഹയ്യൻ, മഹാനവർകൾ ഹയാത്തിലിരിക്കുന്ന സന്ദർഭമാണെങ്കിൽ അവിടുത്തെ തിരുമുഖം കണ്ടിട്ടല്ലാതെ മറ്റൊന്നിലും ഏർപ്പെടരുത്. വലാ അലാ സിയാറത്തി ഖബരിഹി ഇൻകാന മയ്യിതാ, മഹാനരായ ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പ വഫാത്തായ സന്ദർഭമാണെങ്കിൽ ബഗ്ദാദിലേക്ക് കാലെടുത്തു വെച്ചാൽ ആദ്യമായിട്ട് ഏതൊരു കാര്യവും ചെയ്യുന്നതിന് മുമ്പേ അവിടുത്തെ റൗളയെ സന്ദർശിച്ചിരിക്കണം എന്നുള്ളതാണ്. ഫഖദ് ഉഖിദ ലഹുൽ അഹ്ദു, അത് മാത്രമല്ല മഹാനരായ അഹ്മദുൽ കബീർ റിഫായി
ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുപ്പാപ്പാന്റെ കരാറാണ്. അയ്യുമാ റജുലും മിൻ അസ്ഹാബിൽ അഹ്വാലി, ഉന്നതമായ നിലയുറപ്പിച്ച ഔലിയാക്കളായ ആളുകൾ, ദഖല ബഗ്ദാദ, ബഗ്ദാദിലേക്ക് കടന്ന്, വലം യസുറുഹു, മഹാനരായ ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പാനെ സന്ദർശിച്ചിട്ടില്ല എങ്കിൽ, സിയാറത്ത് ചെയ്തിട്ടില്ല എങ്കിൽ, സുലിബ ഹാലുഹു, അവരുടെ ആ നിലയെ ഊരപ്പെടുന്നതാണ്. വലൗ ഖുബൈലൽ മൗതി, ഇത്രയും കാലം അധ്വാനിച്ച് നിലയുറപ്പിച്ച അവരുടെ ഉന്നതമായ നിലകൾ മഹാനരായ ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പാനെ സിയാറത്ത് ചെയ്യാത്ത കാരണത്താൽ, വലൗ ഖുബൈലൽ മൗതി, മരണത്തിന്റെ തൊട്ടു മുമ്പുള്ള സന്ദർഭമാണെങ്കിൽ പോലും അവരുടെ നിലയെ ഊരിക്കളയുന്നതാണ് എന്നുള്ള ഒരു കരാറ് അവിടെ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. സുമ്മഖാല, എന്നിട്ട് മഹാനരായ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുപ്പാപ്പ പറയുകയാണ്, വശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ റളിയല്ലാഹു അൻഹു ഹസ്റത്തുൻ അലാ മൻ ലം യറഹു റളിയല്ലാഹു അൻഹു വഅർളാഹ്. ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പാനെ കാണാത്തവർ അവർക്ക് ദുഃഖമാണ്. ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പാനെ കാണാനുള്ള കണ്ണ് നമുക്കൊക്കെ നൽകുമാറാവട്ടെ. അവിടുത്തെ മുരീദായി നിലയുറപ്പിക്കാനുള്ള കരുത്തും മാനസികമായ ഉറപ്പും നമുക്കെല്ലാവർക്കും എല്ലാ നിമിഷങ്ങളിലും നൽകുമാറാവട്ടെ. മഹാനരായ ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പാന്റെ മുരീദന്മാരുടെ പോരിശ നമുക്കൊക്കെ അറിയുന്നതാണ്. എല്ലാ അവസരങ്ങളിലും പല ഘട്ടങ്ങളിലായി പറഞ്ഞതാണ്. എന്നിരുന്നാലും ഈ ഒരു അവസരം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉറൂസ് മുബാറക്കുകൾ വരുമ്പോ മഹാനരായ ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പയുമായുള്ള ഒരു ബന്ധം കൂടുതൽ ദൃഢപ്പെടുത്താനുള്ള ഒരു അവസരമായി കാണണം. അതിനുള്ള ഒരു പ്രചോദനമാകാൻ വേണ്ടി മഹാനരായ ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പാന്റെ വഴിയിൽ വരുന്ന ആളുകൾക്ക് അവിടുന്ന് പ്രഖ്യാപിച്ച സന്തോഷ വാർത്തകൾ അത് ഒന്നുകൂടെ വിശദമായിട്ട് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. അഖ്ബറനാ ബി ബഹജത്തുൽ അസ്റാറിൽ പറയുകയാണ്, കാന ശൈഖ് ഹമ്മാദുദ് ദബ്ബാസ് റളിയല്ലാഹു അൻഹു, മഹാനരായ ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പാന്റെ ശൈഖായിരുന്ന ഹമ്മാദുദ് ദബ്ബാസ് എന്നവർ യസ്മഉ ലഹു കുല്ല ലൈലത്തിൻ, യുസ്മഉ ലഹു കുല്ല ലൈലത്തിൻ ദവിയ്യുൻ കദവിയ്യിൻ നഹലി, ഈച്ചയുടെ തേനീച്ചക്കൂട്ടത്തിന്റെ ഇരമ്പൽ പോലെയുള്ള ഒരു ശബ്ദം എല്ലാ രാത്രിയിലും അവിടുത്തെ ഹലറത്തിൽ നിന്ന് കേൾക്കുമായിരുന്നു. ഫഖാല അസ്ഹാബുഹു ലിശൈഖ് അബ്ദുൽ ഖാദിർ ഫി സനതി 508 വർഷത്തില് മഹാനരായ ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പ റളിയല്ലാഹു അൻഹു ഹമ്മാദ് എന്നവരുടെ സദസ്സിൽ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തില് മഹാനവറുകളുടെ മറ്റ് മുരീദന്മാരൊക്കെ ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പാനോട് പറയുകയാണ്, വകാന ഫീ സുഹ്ബത്തിഹി യൗമൈദിൻ, ആ കാലഘട്ടത്തിൽ അവിടെ സുഹ്ബത്തിലായി നിലകൊണ്ടിരുന്ന സന്ദർഭമാണ്. ഇസ്അൽഹു അൻ ദാലിക, എന്താണ് ഈ രാത്രിയായി കഴിഞ്ഞാൽ ഒരു ശബ്ദം കേൾക്കുന്നത്, അതിനെപ്പറ്റി മഹാനരായ ഹമ്മാദുദ് ദബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുമോ എന്ന് മറ്റ് മുരീദന്മാര്
മഹാനരായ ഗൗസുൽ ആദം തങ്ങൾ ഉപ്പാപ്പ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. ഫസഅലഹു, അപ്പ ചോദിച്ചു. ഫഖാല ലഹു, മഹാനരായ ഷെയ്ഖ് ഹമ്മാദ് ദബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്നലി ഇസ്നയാശറ അൽഫ മുരീദ്, എനിക്ക് 12,000 മുരീദന്മാരുണ്ട്. വഅന അദ്കുറു അസ്മാഅഹും കുല്ല ലൈല, എല്ലാ രാത്രിയിലും അവരുടെ പേരുകൾ ഞാൻ ഓർക്കാറുണ്ട്. വഅസ്അലു ലിമൻ ലഹു ഹാജത്തുൻ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ആവശ്യമുള്ള ആവശ്യക്കാരുടെ ആവശ്യവും ഞാൻ ചോദിക്കുന്നതാണ്. വഇദാ സാബ മുരീദുൻ മുരീദുല്ലി ദംബൻ, എൻ്റെ മുരീദന്മാരുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ഫലാ യൻഖദി അൻഹു ശഹ്റുഹു ദാലിക, ആ മാസം കഴിയുന്നതിന് മുമ്പായിട്ട് ആ മുരീദ് ഒന്നുകിൽ ഹത്താ യമൂത, ഒന്നുകിൽ മരണപ്പെടണം, ഔ യതൂബ, അല്ലെങ്കിൽ തൗബയിലായിരിക്കണം. ഇഷ്ഫാഖൻ അലൈഹി അൻ യതമാദാ ഫീഹി, ആ മുരീദിനോടുള്ള ഒരു കൃപ കാരണത്താൽ ഇനിയുള്ള ആയുസ് കൊടുക്കാതെ അതിലായി തൗബയിലായി ഒന്നുകിൽ മരണപ്പെടണം, അല്ലെങ്കിൽ തൗബയിലായി വീണ്ടും ജീവിച്ചു മുന്നേറണം എന്ന ഒരു അഭ്യർത്ഥന പ്രാർത്ഥനയിലും ആയി ആ രാത്രിയിൽ കഴിച്ചുകൂട്ടുന്നതിൻ്റെ ഒരു ശബ്ദമാണ് തേനീച്ചക്കൂട്ടത്തിൻ്റെ ഇരമ്പൽ പോലെയുള്ള ഒരു തേങ്ങിക്കരയലിൻ്റെ ശബ്ദം കേൾക്കുന്നത്. فقال له الشيخ عبد القادر رضي الله عنه, മഹാനരായ ഗൗസുൽ ആദം തങ്ങൾ ഉപ്പാപ്പ പറയുകയാണ്, ശൈഖ് അവർകളോട് പറയുകയാണ്, ലഇൻ അഅതാനില്ലാഹു മൻസിലതൻ ഇൻദഹു, എനിക്കൊരു സന്ദർഭം കിട്ടുകയാണെങ്കിൽ, അല്ലാഹു തരികയാണെങ്കിൽ, ലആഖുദന്ന മിൻ റബ്ബി തബാറക വതആല അഹ്ദൻ, അല്ലാഹുവിൽ നിന്ന് ഞാൻ ഒരു കരാർ മേടിച്ചു വെക്കും, ലിമുരീദി ഇലാ യൗമിൽ ഖിയാമ, അന്ത്യദിനം വരെയുള്ള എൻ്റെ മുരീദന്മാർക്ക്, അല്ലാ യമൂത അഹദുഹും ഇല്ലാ അലാ തൗബത്തിൻ, എല്ലാവരും തൗബയിലായിട്ട് മാത്രമേ മരിക്കാവൂ എന്നുള്ള കരാറ് ഞാൻ മേടിച്ചു വെക്കും. അങ്ങനെ ഒരു സന്ദർഭം കിട്ടിയാൽ വല അകൂനന്ന ബിദാലിക ളമീനൻ ലഹും, അതിന് ഞാൻ അവർക്ക് കരാറ്, ഒരു ജാമ്യം നിന്നവനായിട്ട് ഞാൻ നിലകൊള്ളുകയും ചെയ്യും എന്ന് പറഞ്ഞപ്പോ, എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോ, ഫഖാല ശൈഖ് ഹമ്മാദ്, അവിടുത്തെ ശൈഖ് ഹമ്മാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഷ്ഹദനില്ലാഹു തആല, അല്ലാഹു എന്നോട് സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ്, അന്നഹു സയുഅതീഹി ദാലിക, അത് നൽകുന്നതാണ്, ആ സന്ദർഭം, ആ കരാർ അങ്ങേക്ക് നൽകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. വയബ്സുതു ളില്ല ജാഹിഹി അലൈഹിം വയുബസ്സിതു ളില്ല ജാഹിഹി അലൈഹിം, അങ്ങയുടെ തണല് എല്ലാ കാലഘട്ടത്തിലും അവരിൽ ഉണ്ടാവുകയും ചെയ്യും എന്ന് മഹാനരായ ഹമ്മാദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. എൻ്റെ മുരീദുകൾ തൗബയിലെണ്ണിയേ എന്നും മരിക്കരുതെന്ന് കൊതിച്ചോവർ, അതിനെ കബൂലാക്കിയാനെന്ന് ചൊല്ലിയ അവരുടെ ഉസ്താദ് ഹമ്മാദ് അതെന്നോവർ എന്ന മുഹീദ്ദീൻ മാലയുടെ വരിയാണ് ആ പറഞ്ഞത്. ആ ഒരു സന്ദർഭത്തെയാണ് ഇവിടെ വിശദീകരിച്ചത് ബഹജത്തുൽ അസ്റാറിൽ. ബഹജത്തുൽ അസ്റാറിൽ തന്നെ അത് തന്നെ ഒന്നുകൂടെ മറ്റൊരു രീതിയിൽ പറയുന്നത്, വശൈഖ് അബുൽ ഖാസിം അംറുൽ ബസ്സാർ റളിയല്ലാഹു അൻഹു
അഷെയ്ഖ് അബു സഊദുൽ ഹറമി വഷെയ്ഖ് അബു അബ്ദുള്ള മുഹമ്മദ് ബിൻ ഖായിദുൽ അവാനി ഇവരൊക്കെ കൂടി പറഞ്ഞ ആ മുഹൂർത്തത്തിൽ മഹാനരായ ഗൗസുൽ ആലം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുപ്പാപ്പ പ്രഖ്യാപിച്ച ആ സമയത്ത് പങ്കെടുത്തവരാണ് ഇവരൊക്കെ. അവരെല്ലാവരും പറഞ്ഞു, ലമിന ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ റളിയല്ലാഹു അൻഹു, മഹാനരായ ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹു ജാമ്യം എടുത്തിട്ടുണ്ട് ലി മുരീദിഹി ഇലാ യൗമിൽ ഖിയാമത്തി, അന്ത്യദിനം വരെയുള്ള എല്ലാ മുരീദന്മാർക്കും, അല്ലാ യമൂത്ത അഹദും മിൻഹും ഇല്ലാ അലാ തൗബത്തിൻ, തൗബയിലല്ലാതെ ആയിട്ടല്ലാതെ ഒരു മുരീദും മരണപ്പെടൂല എന്ന്. വഉഅ്തിയന്ന മുരീദിഹി വമുരീദി മുരീദിഹി ഇലാ സബ്അത്തിൻ, മഹാനരായ ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പാന്റെ മുരീദന്മാര്, അവിടുത്തെ മുരീദന്മാരുടെ മുരീദന്മാര് അങ്ങനെ ഇലാ സബ്അത്തിൻ 7 തലമുറകളോളം മുരീദന്മാരായിട്ട് വരുന്നവരൊക്കെ യദ്ഖുലൂനൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. വഖാല, ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പ മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞത്, അന കാഫിലുൽ മുരീദി ഇലാ സബ്അത്തിൻ കുല്ല ഉമൂരിഹി, എൻ്റെ മുരീദിന്റെ സകല കാര്യങ്ങളുടെയും ഏറ്റെടുത്തവനാണ് ഞാൻ. വലൗ ഇൻകശഫത ഔറത്തു മുരീദി, എൻ്റെ മുരീദിന്റെ ഔറത്ത് വെളിവായി കഴിഞ്ഞാൽ ബിൽ മശ്രിഖി, മശ്രിഖിൽ വെളിവായാൽ, വഅന ബിൽ മഗ്രിബി, ഞാൻ മഗ്രിബിലാണ് ഉള്ളത് എങ്കിൽ, പടിഞ്ഞാറിൽ ഉള്ള ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പ മുരീദിന്റെ ഔറത്ത് വെളിവാകുന്നത് കിഴക്കിൽ എങ്കിൽ സതർതുഹാ, ഞാനത് മറച്ചു കൊടുക്കുന്നതാണ്. വഉമിർനാ മിൻ ഹൈസുൽ ഹാലു വൽ ഖദ്റു അൻ നഹ്ഫള ബിഹിമ മിനാ അസ്ഹാബനാ, മഹാനരായ ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പാന്റെ ഹാലും ഖദ്റും വഴി അവിടുത്തെ ഹിമ്മത്തിലൂടെ അവിടുത്തെ അസ്ഹാബുമാരെ എന്നും സംരക്ഷിക്കുന്നതാണ്. വതൂബാ ലിമൻ റആനി ഔ റആ മൻ റആനി ഔ റആ മൻ റആ മൻ റആനി, മഹാനരായ ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പാനെ കണ്ടവർക്ക് സന്തോഷം, അവരെ കണ്ടവർക്ക് സന്തോഷം, അവരെ കണ്ടവരെ അങ്ങനെ 27 തലമുറകളോളം സുവിശേഷ വാർത്ത സന്തോഷം അറിയിക്കപ്പെട്ടിട്ടുണ്ട്. വഅന ഹസ്രത്തുൻ അലാ മൻ അലം യറനി, എന്നെ കാണാത്തവർക്ക് എന്നും ദുഃഖമാണ്. മഹാനരായ ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പാന്റെ മുരീദന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ قال الشيخ محي الدين عبد القادر الجيلاني رضي الله عنه, വീതിമാലയിലെ വരികൾ തന്നെയാണത്, അറബിയിലായി ബഹ്ജത്തുൽ അസ്റാറിന്റെ അതേ അസ്ലിൽ നിന്ന് പറയുന്നു എന്ന് മാത്രം, മലയാളത്തിലായോണ്ട് കൂടുതൽ വ്യക്തമാണ്. മഹാനരായ ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പ പറയുകയാണ്, എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട് സിജില്ലൻ, ഒരു ഏട്, മദ്ദൽ ബസരി, കാഴ്ച നീണ്ടു പരന്നു കിടക്കുന്ന അത്രയും ദൂരപരിധിയിൽ, ഫീഹി അസ്മാഉ അസ്ഹാബി വ മുരീദി ഇലാ യൗമിൽ ഖിയാമ, എൻ്റെ മുരീദന്മാരുടെ അങ്ങനെ അന്ത്യദിനം വരെയുള്ള മുരീദന്മാരുടെയൊക്കെ ഒരു പട്ടിക, ആ പട്ടികയിൽ പേരുകൾ രേഖപ്പെടുത്തിയ ഒരു പട്ടിക എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്.
വഖീല ലി, എന്നോട് പറയപ്പെട്ടിട്ടുണ്ട്, വഖദ് വുഹിബൂ ലക, അവരൊക്കെ നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന്. വസഅൽതു മാലികൻ ഖാസിനൻ നാരി, മഹാനരായ മാലിക് എന്ന മലക്കിനോട് അലൈഹിസ്സലാം, ഖാസിനൻ നാരി, നരകത്തെ കാക്കുന്ന മലക്കിനോട്, ഹൽ ഇൻദക മിൻ അസ്ഹാബി അഹദുൻ, എൻ്റെ അനുയായികളിൽ ആരെങ്കിലും നരകത്തിലുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഫഖാല ലാ, ഇല്ല എന്ന് പറഞ്ഞു. വഇസ്സത്തു റബ്ബി വജലാലിഹി, മഹാനരായ ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പ പറഞ്ഞു, ഇന്ന യദി അലാ മുരീദി, എൻ്റെ കൈ ഒരു മുരീദിന് കസ്സമായി അലൽ അർളി, ഭൂമിയുടെ മേലെ ആകാശം പോലെ തണലായി, മഴയായി, അനുഗ്രഹമായി എന്നെന്നും നിലനിൽക്കുന്നതാണ്. ഇല്ലം യക്കും മുരീദി ജയ്യിദാ ഫഅന ജയ്യിദുൻ, എൻ്റെ മുരീദ് നല്ലവനല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചൊന്നോവർ. അതാണ് പറഞ്ഞത്. വഇസ്സത്തു റബ്ബി വജലാലിഹി ലാ ബരിഹത് ഖദമായ മിൻ ബൈനി യദൈ റബ്ബി ഹത്താ യന്തലിഖ ബി വബികും മിനൽ ജന്നതി. മുഹീദ്ദീൻ മാലയിലെ മറ്റൊരു വരിയും കൂടിയാണത് പറഞ്ഞത്. എൻ്റെ മുരീദുകൾ എൻ കൂടെ കൂടാതെ എൻ്റെ കാലെന്നും ഒരിക്കേനതെന്നോവ. അതിനെ ഖാദിമു ശൈഖിന അശ്ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനരായ ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പാന്റെ മുരീദിന് ഖാദിമിനെ ഒരു തെറ്റുപറ്റി. 70 മറത്തൻ ഫീ ലൈലത്തിൻ വാഹിദ, ഒരൊറ്റ രാത്രിയിൽ 70 വട്ടം. റാഫി കുല്ലി മറത്തിൻ, ഓരോ പ്രാവശ്യവും കാണുന്നത് അന്നഹു വാഖി ഇംറഅത്തിൻ ഗൈറല്ലത്തി ഖബ്ലഹ, പുതിയ പുതിയ സ്ത്രീകളുമായി ബന്ധത്തിലേർപ്പെടുന്നതായിട്ടാണ് കണ്ടത്. മിൻഹുന്ന മൻ തഅരിഫുഹു വമിൻഹുന്ന മൻ ലാ തഅരിഫുഹു, അറിയുന്നവരുണ്ട്, പരിചയമുള്ള പെണ്ണുങ്ങളുണ്ട്, പരിചയമില്ലാത്ത പെണ്ണുങ്ങളുണ്ട്. ഫലമ്മാ അസ്ബഹ, ഖാദിമാകെ ബേജാറായി മഹാനരായ ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പാന്റെ അടുക്കൽ വന്ന് പരാതി പറയുകയാണ്. വന്ന അതേ സന്ദർഭത്തിൽ ഫഖാല ലഹു ഖബ്ല അൻ യദ്കുറ ലഹു ശൈഅൻ, വല്ലതും പറയുന്നതിന് മുമ്പേ അവിടുന്ന് പറഞ്ഞു, ലാ തക്റഹ് ജനാബതക അൽ ബാരിഹ, ഇന്നലത്തെ നീ കണ്ട സ്വപ്നം അതിനെ നീ വെറുക്കണ്ട. ഫഇന്നി നദർതു ഇലാ ഇസ്മിക ഫിൽ ലൗഹിൽ മഹ്ഫൂൽ, ലൗഹിൽ മഹ്ഫൂദിൽ നിന്റെ പേര് ഞാൻ നോക്കിയപ്പോ ഫറഅയ്തു, ഞാൻ കണ്ടു, അന്നക നീ തസ്നി 70 മറ, 70 പ്രാവശ്യം വ്യഭിചരിക്കുന്നതായിട്ട്, ബി ഫുലാന വ ഫുലാന, ഇന്ന സ്ത്രീകളുമായിട്ട്. വദക്കറ ലഹു അസ്മാഅ മൻ യഅരിഫു മിൻഹുന്ന, അറിയുന്ന പെണ്ണുകളുടെ പേരും, വസിഫാതഹുന്ന, അവരുടെ രൂപങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്തു. ഫസഅൽതുല്ലാഹ്, അല്ലാഹുവിനോട് ഞാൻ ചോദിച്ചു. അങ്ങനെ ഹത്താ ഹവ്വല അൻ കദാലിക മിനൽ യഖ്ലതി ഇലൻ നൗമി, ആ ഉണർവിൽ സംഭവിക്കേണ്ട ഈ വ്യഭിചാരത്തെ ഉറക്കിലാക്കി കാട്ടിക്കളഞ്ഞ് മഹാനരായ ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പ, ഉണർച്ചയിൽ ഉണ്ടാവാൻ പോകുന്ന ദോഷത്തെ ഉറക്കിൽ കീനാവാക്കി കാട്ടിക്കളഞ്ഞോവർ. അതാണ് നേരത്തെ പറഞ്ഞ
ആ സന്ദർഭം മഹാനരായ അഷെയ്ഖ് അസ്സാലിഹ് അബൂ ഹഫ്സ് അംറുൽ മഅറൂഫ് എന്ന മഹാന് അബൂ മുഹമ്മദ് അലി എന്നവരുടെ സദസ്സിലേക്ക് സരീദ് എന്ന് അറിയപ്പെടുന്ന ഭക്ഷണവുമായി വന്നു. ഫഖാല ലഹു ഷെയ്ഖ് അലി, അഷെയ്ഖ് സാലിഹ് എന്നവരോട് വന്ന ആ മഹാനോട് ആ സദസ്സിലെ സമുന്നതരായ ഷെയ്ഖ് അലി തങ്ങൾ പറഞ്ഞു, ഉഖ്സുസ് അലൈഹിം റുയാക, അങ്ങയുടെ സ്വപ്നത്തെക്കുറിച്ചൊന്ന് വിശദീകരിക്കാൻ. മഹാനവറുകൾ കണ്ട സ്വപ്നം, അഷെയ്ഖ് സാലിഹ് അബൂ ഹഫ്സ് എന്ന മഹാൻ കണ്ട സ്വപ്നം അവിടെ വിശദീകരിക്കുകയാണ്. റഅയ്തു ഫിൻ നൗമി കഅന്നൽ ഖിയാമത ഖദ് ഖാമത്. മഹാനവറുകൾ കാണുന്നത് ഖിയാമത്ത് നാളായിട്ടുണ്ട്. വൽ അംബിയാഉ വ ഉമ്മമുഹും ഖാദിമൂനൽ മൗഖിഫ, മഹ്ശറ സഭയിലേക്ക് അംബിയാക്കളും അവരുടെ ഉമ്മത്തികളും വന്നുകൊണ്ടിരിക്കുകയാണ്. വയത്ബഉൽ അംബിയാ അർറജുലാനി അർറജുലുൽ വാഹിദ്. എല്ലാ നബിമാരെ, അങ്ങനെ ഓരോ നബിമാരെ നോക്കുമ്പോൾ രണ്ടാളുകൾ മാത്രം അനുയായികളുള്ള, ഒരു ആള് മാത്രം അനുയായികളുള്ള, അങ്ങനെ ഓരോ നബിമാരും അനുയായികളെയുമായി വന്നുകൊണ്ടിരിക്കുമ്പോൾ മഹാനവറുകൾ കാണുകയാണ്. സുമ്മ അഖ്ബല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുഖദ്ദിമുഹു ഉമ്മതഹു, ഉമ്മത്തിനെ നയിച്ചുകൊണ്ട് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കസ്സയിലി, മലവെള്ളപ്പാച്ചില് പോലെ അങ്ങനെ തുടരെ ഉമ്മത്തികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വഫീഹിമുൽ മശായിഖു, അതിൽ ഒരുപാട് മശായിഖന്മാരുണ്ട്. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപ്പാപ്പാന്റെ ഉമ്മത്തിലെ ഓരോ മശായിഖന്മാരുണ്ട്. വമാ കുല്ലി ശൈഖിൻ അസ്ഹാബുഹു, ഓരോ ശൈഖുമാരുടെ മുരീദന്മാരും. യതഫാവതൂന അദദൻ വ അൻവാറൻ വ ബഹ്ജതൻ, എണ്ണത്തിലും അവരുടെ നൂറിലും അവരുടെ പ്രൗഢിയിലും വ്യത്യസ്ത തട്ടുകളിലായിട്ട് ഓരോ ശൈഖന്മാരും അവരുടെ മുരീദന്മാരും. വ അഖ്ബല റജുലുൻ, അപ്പോൾ ഒരു ശൈഖ് വരികയാണ്. ഫീ ഇദാദിൽ മശായിഖി, മശായിഖന്മാരുടെ കൂട്ടത്തിൽ. മഅഹു ഖൽഖുൻ കസീറൂൻ, ഒരുപാട് അനുയായികളുണ്ട്. യുഫദ്ദിലൂന ഗൈറഹും, മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠമാക്കുന്ന. ഫസഅൽതു അൻഹും, ആരാണെന്ന് അന്വേഷിച്ചു. ഫഖീല ഹാദ ശൈഖ് അബ്ദുൽ ഖാദിർ റളിയല്ലാഹു അൻഹു വഅസ്ഹാബുഹു, മഹാനരായ ഗൗസുൽ ആദം തങ്ങൾ ഉപ്പാപ്പയും അവിടുത്തെ മുരീദന്മാരുമാണ്. ഫതഖദ്ദംതു ഇലൈഹി, അങ്ങ് ചെന്നപ്പോ വഖുൽതു, ഞാൻ ചോദിച്ചു, യാ സയ്യിദി, സയ്യിദ് അവർകളെ, ഗൗസുൽ ആദം തങ്ങൾ ഉപ്പാപ്പ, മാ റഅയ്തു ഫിൽ മശായിഖി, മശായിഖന്മാരിൽ ഞാൻ കണ്ടിട്ടേ ഇല്ല, അബ്ഹാ മിൻക, അങ്ങയേക്കാൾ പ്രൗഢിയുള്ള ഒരാളെ, വലാ ഫീ അത്ബാഇഹിം അഹ്സന മിൻ അത്ബാഇക, അങ്ങയുടെ അനുയായികളെക്കാൾ ഏറ്റവും ഭംഗിയുള്ള അനുയായികളെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് ഒരു പാട്ടുപാടുകയാണ് ഉണ്ടായത്. ഇദാ കാന മിന്നാ സയ്യിദുൻ ഫീ അശീറതി അലാഹാ വ ഇൻ ലാഖൽ ഖനാഖു ഹമാഹാ. മഹാനരായ ഗൗസുൽ ആദം തങ്ങൾ ഉപ്പാപ്പ എന്നും അവിടുത്തെ മുരീദന്മാരും അത്യുന്നത നിലവാരത്തിലാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു സംഭവമാണത്. മറ്റൊരു സന്ദർഭം
മഹാനരായ ഗൗസുൽ-ആദം തങ്ങളുപ്പാപ്പ അവിടുത്തെ മുരീദന്മാർക്ക് കൊടുക്കുന്ന കരുണയും കനിവും കരുതലും അത് എല്ലാ കാലഘട്ടത്തിലേക്കും നീണ്ട് ആമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ആ കാലഘട്ടത്തിൽ മാത്രം ഒതുങ്ങിയതായിട്ടല്ല. അതിൻ്റെ വ്യത്യസ്തമായ സംഭവങ്ങളാണ് പറഞ്ഞത്. അക്കൂട്ടത്തിൽ ഒരു സംഭവം, അഖ്ബറന ശൈഖ് അബൂ മുഹമ്മദ് അബ്ദുൽ ജബ്ബാർ ഇബ്നു ശൈഖുൽ ഇസ്ലാം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, മഹാനരായ ഗൗസുൽ-ആദം തങ്ങളുപ്പാപ്പാന്റെ മകൻ വിവരിക്കുന്ന ഒരു സംഭവമാണ്. ബഗ്ദാദിലുണ്ടായ സംഭവം. കാനത്ത് ഉമ്മി, ഗൗസുൽ-ആദം തങ്ങളുപ്പാപ്പാക്ക് 4 ഭാര്യമാരിൽ ഒരു ഭാര്യ. ആ ഭാര്യയെ കുറിച്ചിട്ടാണ് അവിടുത്തെ മകന് പറയുന്നത്, എൻ്റെ ഉമ്മ ഇദാ ദഖലത് മകാനൻ മുസ്ലിമാ, ഇരുട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ അളാഅത് അലൈഹ ശംഅതൻ, അവിടെ വെളിച്ചം പരക്കും. ഫതസ്തളിഉ ബിഹാ ഫിഹി, ആ സ്ഥലത്ത് ആ വെളിച്ചത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറേ ദിവസങ്ങൾ നീണ്ടു. ഫദഖല അലൈഹ വാലിദി മറതൻ, ഒരിക്കൽ മഹാനരായ ഗൗസുൽ-ആദം തങ്ങൾ ഉപ്പാപ്പ കയറി ചെല്ലുകയാണ്. ഫറഅ ശംഅത, അവിടെ തിരി കത്തുന്നത് കണ്ടു. ഫഹീന വഖഅ നദറുഹു അലൈഹ ഹമിദത്, മഹാനവറുകളുടെ നോട്ടം പതിഞ്ഞതോടെ അത് അണഞ്ഞുപോയി. ഫഖാല ലഹ, എന്നിട്ട് മഹാനവറുകൾ ആ ഉമ്മയോട് പറഞ്ഞു, ഭാര്യയോട് പറഞ്ഞു, ഇന്ന ഹാദൻ നൂറല്ലദീ റഅയ്തഹു ശൈത്താനുൻ കാന യഖ്ദിമുകി, നിനക്ക് സേവനം ചെയ്ത് ഹാദ്യമായിട്ടുണ്ടായിരുന്ന ശൈത്താനാണ്, ആ ശൈത്താനിന്റെ നൂറാണ്. വഖദ് സറഫ്തുഹു അൻക, അത് ഞാൻ ഇവിടുന്ന് നീക്കം ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. വ അബ്ദൽതുക മിൻഹു നൂറൻ റഹ്മാനിയ, റഹ്മാനിയായ നൂറ് അതിന് പകരമായിട്ട് ഞാൻ നൽകുകയും ചെയ്തിട്ടുണ്ട്. വകദാലിക, അപ്രകാരം അസ്നഉ ബികുല്ലി മൻ ഇൻദബാ ഇലയ്യ ലക ഔ കാനത് ലീ ബിഹി ഇനായത്തുൻ, എന്നിലേക്ക് ചേർത്തി പറയുന്ന ചേർന്ന എന്നോട് ബന്ധം പുലർത്തിയ ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ ഞാൻ ഇതേപോലെ അവരുടെ ശൈത്വാനിയായ നൂറിനെ മാറ്റി റഹ്മാനിയായ നൂറ് പകരമാക്കി കൊടുക്കുന്നതാണ്. ഫകാനത് ബഅദ ദാലിക ഇദാ ദഖലത് മകാനൻ മുസ്ലിമൻ, ഇരുട്ടുള്ള ഒരു സ്ഥലത്ത് പ്രവേശിച്ചാൽ ആ ഉമ്മ പിന്നീട് ഇരുട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പ്രവേശിച്ചാൽ റഅത് ഫീഹി നൂറൻ മിസ്ല നൂരിൽ ഖമരി, ചന്ദ്രന്റെ പ്രകാശം പോലെയുള്ള ഒരു പ്രകാശമാണ് പിന്നെ കാണുന്നത്. യംലഉ ജവാനിബ ദാലിക്കൽ മകാൻ, ആ പരിസരം മുഴുക്കെ നിറഞ്ഞു നിൽക്കുന്ന ചന്ദ്രശോഭയുള്ള ഒരു കാഴ്ചയാണ് ഇരുട്ടുള്ള സ്ഥലത്തേക്ക് പ്രവേശിച്ചാൽ പിന്നീട് ആ ഉമ്മ കണ്ടത്. മഹാനരായ ഗൗസുൽ-ആദം തങ്ങളുപ്പാപ്പ അവിടുത്തെ മുരീദന്മാർക്ക് പറഞ്ഞ ഓശാരങ്ങളിൽ പെട്ട വേറൊരു കാര്യമാണ്. സമയത്തു സയ്യിദ് ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് യഖൂലു, മഹാനവറുകൾ പറയുകയാണ്, മൻ ഇസ്തഗാസ ബി ഫീ ഖുർബാ, വല്ല പ്രയാസത്തിലും എന്നോടാരെങ്കിലും ഇസ്തിഗാസ ചെയ്തു കഴിഞ്ഞാൽ, സഹായം തേടിയാൽ, കുശിഫത്ത് അൻഹു, അവന്റെ പ്രയാസം ഞാൻ തീർത്തു കൊടുക്കുന്നതാണ്. വല്ല നീലത്തിന്നും എന്നെ വീളിപ്പോർക്ക് ബൈക്കൂടാതുത്തീരം ചെയ്യും ഞാനെന്നോവർ,
വമൻ നാദാനി ബിഇസ്മി ഫീ ശിദ്ദത്തിൻ ഫുജിജത അൻഹു, എൻ്റെ പേര് വിളിച്ചാൽ പ്രയാസത്തിൽ വിളിച്ചു കഴിഞ്ഞാൽ അവൻ്റെ പ്രയാസത്തെ ഞാൻ നീക്കിക്കൊടുക്കുന്നതാണ്. വമൻ തവസ്സല ബി ഇലല്ലാഹ് അസ്സ വജല്ല ഫീ ഹാജത്തിൻ ഖുളിയത് ലഹു, എന്തെങ്കിലും ഒരാവശ്യത്തിൽ അല്ലാഹുവിലേക്ക് തേടുന്നുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് തേടിക്കഴിഞ്ഞാൽ, തവസ്സുലാക്കി തേടിയാൽ അവൻ്റെ ആവശ്യത്തെ ഞാൻ നിറവേറ്റി കൊടുക്കുന്നതാണ്. യാതാലൊരിക്കലൂ മല്ലാട് തേടുകിൽ എന്നെ കൊണ്ടല്ലാട് തേടുവിനെന്നോവർ. അതിലും കടന്ന് മഹാനരായ ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പ മുരീദന്മാരോട് പറഞ്ഞു, എന്നോട് തേടുവീൻ വേണ്ടുന്നതെപ്പോഴും, എന്നാരെ തേടിയതെല്ലാം കൊടുത്തോവർ. വല്ല നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായ്ക്കൂടാതെ ഉത്തരം ചെയ്യും. യാതാലൊരിക്കൽ അള്ളാട് തേടുകിൽ എന്നെ കൊണ്ട് അള്ളാട് തേടുവീൻ എന്നോവർ. എന്നോട് തേടുവീൻ വേണ്ടുന്നതെപ്പോഴും. അതിൽ പെടാത്ത എന്താ ഉള്ളത്? ആർക്കും പറഞ്ഞു. മഹാനരായ ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പ തൻ്റെ മുരീദന്മാർക്ക് കൊടുത്ത അന്ത്യദിനം വരെയുള്ള കരുതലു, അവിടുത്തെ കരുണ, അതിൻ്റെ റഹ്മത്ത് അത് തീർത്താ തീരാത്ത അത്രക്കുമുണ്ട് എന്നുള്ളതാണ്. അവിടുത്തെ ഒരു ആളായി നമ്മൾ നിന്ന് കിട്ടുക എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമായിരിക്കും. അത്രക്കേറെ അവിടുത്തെ അനുയായികളോട് കരുണ കാണിച്ച ഒരു ഷെയ്ഖ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റൂല. അത്രക്കും മഹാനവറുകൾ വളരെ വാരിക്കോരി ചൊരിഞ്ഞ് അന്ത്യദിനം വരെയുള്ള എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ലാഹു അക്കൂട്ടത്തിൽ അവിടുത്തെ ഫൈദിൽ ഉൾപ്പെട്ട ആളുകളിൽ നമ്മളെയൊക്കെ നിലയുറപ്പിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനരായ ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പാന്റെ ഔദാര്യത്തിന്റെ മറ്റൊരു സന്ദർഭവും കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. മഹാനരായ ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പ ലം യഹുജ്ജ വാലിദി റളിയല്ലാഹു അൻഹു, അവിടുത്തെ മകൻ പറയുകയാണ്, എൻ്റെ പിതാവ് ബഅദ അനിഷ്തഹറ, പ്രസിദ്ധി ആർജിച്ചതിനു ശേഷം ഒരു പ്രാവശ്യം മാത്രമേ ഹജ്ജ് ചെയ്തിട്ടുള്ളൂ. വകുൻതു ഫീഹാ ഖായിദ സമാമിൻ, മഹാനരായ ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പാന്റെ ആ സംഘത്തെ നയിച്ചിരുന്നത്, ഏൽപ്പിച്ചത് എന്നെയായിരുന്നു. ഫലമ്മ കുന്നാ ബിൽ ഹുല്ല, ഹുല്ല എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഖാലലന, മഹാനരായ ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പ പറയുന്നത്, ഉൻദുറു അഫ്ഖറ ബൈത്തിൻ ഹുന, നമ്മൾക്കിവിടെ താമസിക്കാൻ ഈ നാട്ടിലെ ഏറ്റവും ദരിദ്രമായിട്ടുള്ള വീട് ഏതാണോ ആ വീട് കണ്ടെത്തണം. അങ്ങനെ ഒരു വയോവൃദ്ധയും ഒരു പെൺകുട്ടിയുമുള്ള ഒരു ദരിദ്രമായ, വളരെ ദയനീയമായിട്ടുള്ള ഒരു വീട് കണ്ടെത്തി. ഫസ്തഅദനഹു വാലിദി ഫിന്നുസൂലി ഇൻദഹു, അങ്ങനെ ആ വീട്ടിലിറങ്ങാൻ സമ്മതം ചോദിച്ചു, അവിടെ താമസിച്ചോട്ടെ എന്ന്. ഫഅദിന ലഹു ഫനസല ഹുവ വമൻ മഅഹു, മഹാനരായ ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പാന്റെ കൂടെ ആ സംഘത്തിലുണ്ടായവരൊക്കെ അവിടെ ഇറങ്ങി. വജാഅ മശായിഖുൽ ഹുല്ലത്തി യൗമൈദിൻ, അന്നേരം മഹാനവറുകളുടെ കേളി ലോകമൊത്തുക്കും പരന്ന ഒരു സന്ദർഭത്തിലായതുകൊണ്ട് തന്നെ ആ പ്രദേശത്തുള്ള മശായിഖന്മാരൊക്കെ തേടി വന്നു. വറുഅസാഉഹാ,
അവിടുത്തെ നേതാക്കന്മാരും വ അഅയാനുഹാ, അവിടുത്തെ പ്രമുഖരായ ആളുകളൊക്കെ ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പാന്റെ ഹദറത്തിലേക്ക് വരികയാണ്. വസഅലൂഹു, മഹാനവറുകളോട് ആവശ്യപ്പെടുകയാണ്, അയ്യതഹവ്വല ഇലാ മനാസിലിഹിം, എല്ലാ സൗകര്യങ്ങളുമുള്ള അവരുടെ വീട്ടിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടു. ഫഅബ, മഹാനരായ ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പ വിസമ്മതിച്ചു. അങ്ങനെ നോക്കുമ്പോൾ വസാഖ അഹ്ലുൽ ബലദി ഇലൈഹി മിനൽ ഗനമി വൽ ബഖരി വത്ത്വആമി വദ്ദഹബി വൽ ഫിദ്ദ വൽ ഖുമാശി ശൈഅൻ കസീറൻ, നാട്ടുകാരൊക്കെ കൂടി പിന്നെ മഹാനവറുകൾക്ക് ഹദിയ സമർപ്പിക്കാൻ തുടങ്ങി. കൂട്ടത്തിൽ ആടുമാടുകൾ, ഭക്ഷണങ്ങൾ, സ്വർണം, വെള്ളി, വസ്ത്രങ്ങളായി ഒരുപാട് മഹാനവറുകൾക്ക് ഹദിയകൾ സമർപ്പിക്കപ്പെടാൻ തുടങ്ങി. വറഹലു ലഹു റവാഹിലു ലിഅജലി സഫരി വഅഹറ അന്നാസു ഇലൈഹി മിൻ കുല്ലി ജാനിബി, എല്ലാ ഭാഗത്തു നിന്നും മഹാനവറുകളെ കാണാൻ ആളുകൾ വന്നു ചേർന്നു. ഫഖാല ശൈഖു ലിമൻ മഅഹു, മഹാനവറുകൾ അവിടുത്തെ ആവശ്യത്തിനുള്ളതല്ലാത്ത ബാക്കിയുള്ളതൊക്കെ ആ വീട്ടുകാർക്ക് അവിടെ സമർപ്പിച്ചു, അവർക്കായിട്ട് കൊടുത്തു. ഫഖാലു ലഹു വനഹ്നു കദാലിക, അങ്ങനെ അതെല്ലാം അവർക്ക് കൊടുത്തു. അവിടെ ഒരു വയോവൃദ്ധനായ ഒരാളും ഒരു വൃദ്ധയായ സ്ത്രീയും അവരുടെ ഒരു മകളും, അങ്ങനെയുള്ള ആ വീട്, ദരിദ്രമായ ആ ഒരു വീട്, അവിടുന്ന് ആ രാത്രിയോടുകൂടെ, ആ പകലോടുകൂടെ അവിടുന്ന് യാത്രയായപ്പോ അവിടെ സംഭവിച്ചത് ഫൈദ ദാലിക ശൈഖു അക്സറു അഹ്ലിഹാ മാലൻ, ആ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നനായി മാറി. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ജമീഉ മാ തറാഹു മിൻ ബർക്കത്തി തിൽക്കൽ ലൈല, ഈ കണ്ടതൊക്കെ ആ ഒരൊറ്റ രാത്രിയുടെ ബർക്കത്തിനാൽ ആ നാട്ടിലെ ഏറ്റവും ദരിദ്രനായിരുന്ന മനുഷ്യൻ ഏറ്റവും വലിയ സമ്പന്നനായി മാറി എന്നുള്ളതാണ്. ദുനിയാവിൻ്റെ കാര്യത്തിലും ആഖിറത്തിൻ്റെ കാര്യത്തിലും മുരീദന്മാരോട് ഇത്രയേറെ കരുണ കാണിക്കുകയും കാണിച്ചു കൊണ്ടിരിക്കുന്ന, ഇനിയും അങ്ങോളം അന്ത്യദിനം വരെ ഖിയാമത്ത് നാളിലും മഹ്ശറയിലും സിറാത്തിലും കാണിക്കുന്ന ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പാക്ക് തുല്യം ഗൗസുൽ ആദം തങ്ങളുപ്പാപ്പ മാത്രമാണ്. അവിടുത്തെ ഒരു മുരീദായി കിട്ടുക എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഒരു ഭാഗ്യമായിരിക്കും. അതിനായിരിക്കണം നമ്മളുടെ തേട്ടം, അതിനായിരിക്കണം നമ്മളുടെ ദാഹം, അതിനായിരിക്കണം നമ്മളുടെ പ്രാർത്ഥന, അതിനായിരിക്കണം നമ്മളുടെ ഓരോ നിമിഷങ്ങളും, നമ്മളുടെ ഓരോ ശ്വാസങ്ങളും. ആ വഴിയിലായി നമ്മളെ ശൈഖ് തങ്ങൾ, ബഹുവന്യരായ ശൈഖുന ഗൗസുന മദദുന ജാതിയേരി ഉപ്പാപ്പ തങ്ങൾ ഉപ്പാപ്പാൻ്റെ കാലിൻ്റെ ചുവട്ടിലായി, അവിടുത്തെ വഴിയിലായി, ഖാദിരിയ ത്വരീഖത്തിൻ്റെ കാമിലായ ദിക്റിൻ്റെ വഴിയിലായി, മഹബത്തോടെ, എന്നെന്നും നിലനിൽക്കുന്ന മഹബത്തോടെ, അണമുറിയാത്ത മഹബത്തോടെ അവിടുത്തെ കാൽ ചുവട്ടിൽ, അവിടുത്തെ കനിവിലായി നമ്മളെ നിലനിർത്തി കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് റബ്ബി സല്ലി